ഇന്ന് നമ്മള് ഭീകര യാത്രയാണ്. വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കനൊന്ന് പോവാണ്. ചരിത്രം ഒരെണ്ണം മണ്ണിലേക്ക് നമ്മള് വന്നിരിക്കണ ബോസിനെ പറ്റി പറഞ്ഞാലും തീരില്ല. ഈ ടൗണിൽ നിൽക്കുന്നത് ഫുൾ പാലത്തിന്റെയും ടണലിന്റെ ഉള്ളിലാന്ന് പറയുമ്പോഴാണ് അതിന്റെ അതിശയം നിൽക്കുന്നത്. എൻ്റെ അപ്പൻ എഞ്ചിനീയർ ആവണമെന്നും ഡോക്ടർ ആവണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ അതിനേക്കാളും വലിയ മനുഷ്യനായാലേ ഞാൻ അഭിമാനിക്കുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ അമേരിക്കയുടെ 31ാമത്തെ സ്റ്റേറ്റിലേക്കുള്ള യാത്രയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മെയിൻ എന്ന സ്റ്റേറ്റിൻ്റെ ഏറ്റവും ടിപ്പിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും മെയിനിൽ നിന്ന് ന്യൂ ഹാംപ്ഷയർ കയറി കുറച്ച് നേരം കയറുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ പുതിയ സ്റ്റേറ്റ് ആയിട്ടുള്ള മസാച്യൂസെറ്റ്സിലേക്കാണ് പോണത്. അപ്പോൾ ആ വാക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് നേരം നമുക്ക് സമയം പിടിച്ചുവിട്ടാ. മസാച്യൂസെറ്റ്സിനേക്കാൾ ആൾക്കാർക്ക് അറിയണത് ബോസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കയുടെ ഹിസ്റ്റോറിക് പട്ടണത്തിനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഭീകര യാത്രയാണ്. ഇന്ന് മസാച്യൂസെറ്റ്സും അതേപോലെ റോഡ് ഐലൻഡും കവർ ചെയ്യാനുള്ള പരിപാടിയാണ്. ഒപ്പം തന്നെയുള്ള വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കനൊന്ന് പോവാണ്. കണ്ടുകൂട്ടണം. എന്താ പറയാ, കുറച്ച് ദിവസങ്ങൾ ട്രാവലിസ്റ്ററുള്ള ജീവിതം ഇത് ഹെക്റ്റിക്കായിരുന്നു. ഇതിനു മുന്നേ നമ്മൾ ചെയ്തേക്കണോണ്ട് നമുക്കറിയാം എന്തായിരിക്കും. ഈ തവണ മാറ്റം വന്നിട്ടൊന്നുമില്ല. ഒരു മാറ്റം വന്നിട്ടില്ല. മാറ്റം വന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് നടക്കില്ല. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര തുടങ്ങണത്, നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഇന്നലെ ഈ ഒരു ചെറിയ ഗുജറാത്തി മോട്ടൽ, ആ ഗുജറാത്തി എന്നുള്ള പേര് ഇത്തിരി കാത്തി പറയട്ടാ, ഗുജറാത്തി മോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. ബ്യൂട്ടിഫുൾ സ്റ്റേ ആയിരുന്നു, ഭയങ്കര കംഫർട്ടായിരുന്നു. ഈ കോച്ചമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിർത്തിയേട്ടാ. ഈ ബെഡ്, ഇന്നത്തെ ബെഡ് ഉണ്ടല്ലോ, സൂപ്പർ ബെഡ്. നമ്മളിപ്പോൾ 3-4 ദിവസമായിട്ട് ഇതിലാണല്ലോ. ഇനിയിപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വണ്ടിയിലായിരിക്കും. ഈ 3-4 ദിവസത്തെ ബെഡിൽ ഏറ്റവും നല്ല ബെഡും കംഫർട്ടൊക്കെ അതായിരുന്നു. അപ്പോൾ നമ്മളെ മെസ്സിയുടെ 10ാം നമ്പറിലായിരുന്നു കിടക്കണായിരുന്നത്. കപ്പിത്താൻ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് കപ്പിത്താനെ നോക്കി കിടക്കായിരുന്നില്ല. പൊതുവെ പുറത്തിങ്ങനെ ഒരു ഫ്രോസൺ ആവണം, ഇതാ വെള്ളം ഫ്രോസൺ ആവണമെങ്കിലും തണുപ്പ് അത്രയും നമുക്ക് വലിയ ഫീൽ ചെയ്യണില്ലേ ഇറങ്ങി വരുന്ന സമയത്ത്. മുട്ടാ നമുക്ക്. അപ്പോൾ ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തെടുത്തു നമ്മൾ ശരിക്കും പറഞ്ഞാണല്ലോ ഈ സ്റ്റേറ്റിൽ ഈ ന്യൂ ഹാംപ്ഷയർ ഉണ്ടല്ലോ, നമ്മൾ മേലെ കവർ ചെയ്ത് ഈ അടി കൂടെ ഈ കോസ്റ്റൽ സൈഡ് കൂടെ നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ കാണാം ഒരു ചെറിയൊരു തുമ്പ് മാത്രമല്ലോ. എനിക്ക് പറഞ്ഞത് ഈ സ്റ്റേറ്റിലേക്ക് കടൽ കിട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് കൊടുത്താന്ന് എനിക്ക് തോന്നണം കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനിൽ നിന്ന് അടിയിലേക്ക് ഇറങ്ങുമ്പോൾ ന്യൂ ഹാംപ്ഷയറിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ, അത് കഴിഞ്ഞിട്ടാണ് മസാച്യൂസെറ്റ്സ്. അപ്പോൾ ആ വാക്ക് പഠിക്കാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ്. എന്തായാലും ബോസ്റ്റൺ, നമ്മുടെ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി, MIT-യിലൊക്കെ തറവാട്ടിലേക്ക് നമ്മൾ പോണത്. എത്രത്തോളം കാണാൻ പറ്റും എന്താ സംഭവം നമുക്കറിയില്ല. എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഇതാണ് വെള്ളപ്പൊക്കം പ്രൊഡ്യൂസ് ചെയ്തിട്ടാ. യെസ്, നമ്മളിന്ന് നമ്മുടെ യാത്ര എടുത്തൊരു പുതിയ ഡ്രസ്സ്, എന്നും ബ്ലാക്ക് ഷർട്ടും പരിപാടിയുള്ള ഇന്ന് നമ്മളൊരു പുതിയൊരു ഷർട്ട് അന്ന് ഇതുവരെ എടുത്തില്ല, മടക്കി വെച്ചിട്ട് തേച്ചിട്ട് പോലും ഇല്ലട്ടാ. ഇന്നൊരു പുതിയ ഷർട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഒരേ ഡ്രസ്സ് കണ്ടിട്ട് അനിൽ എന്നെ ചീത്ത പറയായിരുന്നു. അല്ല, എല്ലാ ദിവസവും ഒരേ ഡ്രസ്സ്, ആ ഓറഞ്ച് ഡ്രസ്സ്, അതിന്റെ മേളിൽ ജാക്കറ്റ് പലതും മാറിയിട്ടുണ്ടെന്നല്ലാണ്ട് ഡ്രസ്സ് മാറല്ല. അപ്പൊ ഞാൻ സാധനം നിൽക്കുന്ന ആളും ഈ എല്ലാ ദിവസവും ഒരേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇഷ്ടംപോലെ ഡ്രസ്സ് ഇരിക്കുന്ന വണ്ടി. പക്ഷെ എനിക്ക് ചില ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇന്നറും പരിപാടികളൊക്കെ മാറി നമുക്ക് ചില ഡ്രസ്സിനോട് ചെറിയൊരു ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ അത് വിടാൻ തോന്നില്ല. അതാണ് സത്യം. അല്ല, പിന്നെ വേറെ അലക്കാൻ പറ്റിയിട്ടില്ല, കുറെ അലക്കാണ്ട്, ഒരു കുന്നലക്കാണ്ട് നമുക്ക്. നമ്മള് വേർക്കണില്ല ഇവിടെ. ഇപ്പൊ വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴും നമ്മൾ വേർക്കണില്ല. പുറത്തിറങ്ങി അങ്ങനെ വെയിലത്ത് നടക്കണ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ ഡ്രസ്സ് സ്റ്റിൽ ഫ്രഷ് ആണ്. നമ്മൾ കാണുമ്പോ നമുക്ക് ശരിയാണ്, ഒരു റെപ്യൂട്ടേഷൻ ഡ്രസ്സ് തോന്നും. പിന്നെ യാത്രയിൽ ഒരിക്കലും നമുക്ക് കുറെ കൊണ്ടുനടക്കാൻ പറ്റില്ല. ആവശ്യത്തിന് മാത്രം കൊണ്ടുനടക്കാൻ, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പ്രോപ്പറായിട്ട് നമുക്ക് ഈ പറയുന്ന ഇങ്ങനെ മോഡലുകളൊക്കെ എടുക്കുന്ന സമയത്താണ് നമുക്ക് നന്നായിട്ട് ഡ്രസ്സ് മാറാൻ തന്നെ പറ്റുള്ളൂ. നമ്മള് വണ്ടിയിൽ കിടന്ന് ഇറങ്ങുമ്പോഴും നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു കുന്ന് അലക്കാണ്ട്, കഴിഞ്ഞ ഒരാഴ്ചത്തെ അലക്കാണ്ട്. നമ്മളിപ്പോ ഇന്ന് എവിടെയെങ്കിലും പോയി അലക്കണം എന്നുള്ള പ്ലാനിൽ നിൽക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ആദ്യം ഒരു സ്ഥലത്ത് പോയി ചായ കുടിച്ച് അവിടെ നമുക്ക് ഇന്റർനെറ്റിൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങോട്ട് നമ്മൾ റീറൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് വേറെ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോസ് ഡെയിലി അല്ലെങ്കിൽ ഒന്നിടെ വരുമ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള സമയമുണ്ടല്ലോ, അത് അൺബിലീവബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ക്വാളിറ്റിയിലും ഇങ്ങനെ മ്യൂസിക്കും പരിപാടികളൊക്കെ ഇട്ട് ചെയ്യണ കാരണം
കുറെ സമയം എടുക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഞങ്ങള് മെയിനിൽ നിന്ന് താഴേക്ക് ഇറങ്ങി 1.5 മണിക്കൂറൊക്കെ വെറുതെ പോയി. നമ്മൾ 1.5 നമ്മൾ എത്ര സ്ഥലത്ത് ഇറങ്ങി കയറി എന്നൊക്കെ പറഞ്ഞ് എക്സിറ്റ് എടുത്ത് ഇറങ്ങിയാ പിന്നെ കുറെ നേരം എടുക്കും അതേപോലെ ഒരു 3-4 സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി. ഒരു സ്ഥലത്ത് നെറ്റിന് സ്പീഡ് കിട്ടില്ല. നമ്മള് വീഡിയോ അപ്ലോഡ് ചെയ്യാനും പരിപാടികൾക്കൊക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കഷ്ടപ്പാട് പറഞ്ഞത് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ നമ്മള് ഇപ്പൊ ഉണ്ടല്ലോ നമ്മൾ മെയിൻ കടക്കാൻ പോവാ. മെയിൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് നമ്മൾ കടന്നത് ന്യൂ ഹാംസ്പിയറിലേക്കാണ് കടക്കുന്നത്. നമ്മളെല്ലാ ബോർഡറുകളും ഒരുമാതിരിപ്പെട്ട ബോർഡറിലൊക്കെ ക്രോസ് ചെയ്യണത് ഒരു നദിയും അല്ലെങ്കിൽ ഒരു പാലത്തിന് മേലെ ആവുമല്ലോ. അതേപോലെ തന്നെ ന്യൂ ഹാംസ്പിയറിലേക്ക് നമ്മൾ മെയിനിൽ നിന്ന് ക്രോസ് ചെയ്യുന്ന പാലാണ് നമ്മൾ കാണുന്നത്. ഇത് നദി, ചെറിയൊരു നദി അപ്പുറത്ത് കൂടി കൊണ്ടിട്ടാണ്. അവിടെ ഫാക്ടറികൾ നോക്കിയാൽ കൂറ്റൻ പാലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ പാലത്തുമ്പോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ നല്ല ഇരുമ്പോണ്ടൊക്കെ പണിത് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂ ഹാംസ്പിയറിലേക്ക് വീണ്ടും എൻ്റർ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി കുറച്ച് നേരം നമ്മൾ ഒന്ന് റീറൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സ്ഥലം പിടിക്കണം. ഇവിടെ ഒരു സ്ഥലം നമുക്ക് മാപ്പിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോകണം കേട്ടോ. ഞാനൊരു സത്യം പറയട്ടെ, നമ്മളങ്ങനെ ഉണ്ടല്ലോ മസാച്യൂസെറ്റ്സിലേക്ക് എൻ്റർ ചെയ്തിരിക്കണം. നമ്മൾ വഴിയിൽ പോകുമ്പോൾ ഒരു ബോർഡൊക്കെ കാണാൻ പറ്റില്ല. നമുക്ക് റോഡ് സൈഡിൽ സാധാരണ ഒരു സ്പേസ് നമുക്ക് കിട്ടാറില്ലല്ലോ. പക്ഷേ ഈ മസാച്യൂസെറ്റ്സിലേക്ക് നിങ്ങൾ ഇന്നലെ വൈകിട്ടത്തെ ഒരു ക്ലിപ്പ് കണ്ടറിയാം. നമുക്ക് റോഡ് സൈഡിൽ അങ്ങനെ നിർത്താൻ പറ്റുന്ന ഒരു സ്പേസിലാണ് അവർ ആ ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി 31ാമത്തെ കയറി. ഈ മസാച്യൂസെറ്റ്സിൽ തന്നെയാണ് ബോസ്റ്റൺ സിറ്റി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇനി ബോസ്റ്റണിലേക്ക് പോകണു. ചെക്കനെ നമ്മൾ ഇറക്കി വിടണു, അല്ല നമ്മൾ എയർപോർട്ടിലാക്കണു. അങ്ങനെ പറയട്ടെ, ഇറക്കി വിടണമെന്ന് പറഞ്ഞാൽ കളി മാറി. ഹാപ്പിയാന്ന് ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ മൊത്തം. പെട്ടെന്ന് മാറി, പെട്ടെന്ന് 5-6 ദിവസമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോയി. അമ്പോ. അപ്പൊ നമ്മള് നേരെ വെച്ച് പിടിക്കണു ബോസ്റ്റണിലേക്ക്. നമുക്ക് എത്ര മിനിറ്റ് എയർപോർട്ട്? 37 മിനിറ്റ് ഇടാം. അപ്പൊ ഇവനെ ഇറക്കിയിട്ടാണ് നമ്മള് നേരെ ബോസ്റ്റൺ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നുണ്ടല്ലോ റോഡ് ഐലൻഡ് എത്താളാടാ. എന്തായി തീർക്കുന്ന അറിയില്ല, എവിടെയാണ് എടുക്കണത് കൂടി പോലെ അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇനി ഇപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ സോളോ സ്റ്റാർട്ട് ചെയ്യണ്. നമ്മൾ വേറൊരു റേഞ്ചിലേക്ക് എത്താൻ പോണത്. നമ്മളിപ്പോ സസ്പെൻസ് പൊട്ടിക്കില്ല. നമുക്ക് ഈ റോഡ് ട്രിപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം. നമ്മളിപ്പോ ഒരു ചെറിയൊരു നൂലുമക്കളി കേട്ടോ കളിക്കുന്നത്. പെട്രോൾ റിസർവിന്റെ ഇത് വന്നു. ഒരു പമ്പ് പോലും വരുന്നില്ല ഇവിടെ. മൊബൈൽ വന്നിട്ടുണ്ട്. ക്യാമറ ഒരു മറ്റേ അനുഗ്രഹം പോലെ ക്യാമറ ഓണാക്കി ഓണായിട്ടോ. കപ്പിത്താൻ കുടിക്കും മുത്ത നീ ഒന്ന് കുറച്ച് മൈലേജ് കൂട്ടിതാടാ. എന്തുവരെ അടിച്ചുകൊണ്ടിരിക്കണേ. ഇനിയിപ്പോ എന്താണ് സാധനം കപ്പിത്താന്റെ ക്ലാസ് കഴുകാൻ പറ്റല്ലേ? തുടക്കണ്ടേ കപ്പിത്താൻ? നമ്മള് ബീൻ ടൗണില് ഈ ആപ്പിൾ ഗ്രീനിലൊക്കെ വന്നിട്ട് നോക്കി വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഒരു രക്ഷയില്ലടാ, വീഡിയോ അപ്ലോഡിങ് ഇതുവരെ നടന്നിട്ടില്ല. എന്തായാലും നോക്കാം. നമ്മൾ ഈ ഭയങ്കര MB കൂടുതലാണ് നമ്മുടെ, അതിന് പ്രശ്നം. കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ 17 Pro Max നമ്മുടെ ഇവിടെ പറയാൻ പോകട്ടോ. നമ്മുടെ മെയിൻ ക്യാമറ ആയിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചത്തെ മെയിൻ ക്യാമറ ആയിരുന്നു. എന്തായാലും ചെക്കൻ പോണോട് ഒരു ക്യാമറയും പോകണം. അതും വിഷമണേ, അതുണ്ട്. അങ്ങനെയും പറയണം. കുറച്ച് കൂടുതൽ വിഷമം ക്യാമറ പോകണ്ടാന്ന്. ഇതിപ്പോ ഞാൻ ഫോൺ വന്നിട്ട് ഇത് ഇവിടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഫോൺ തൊട്ടായിട്ടുള്ള ഞാൻ ഫുൾ എന്റെ കയ്യില് അപ്ലോഡിങ് പരിപാടികളൊക്കെ ആയിട്ട്. എന്തായാലും അടിപൊളി ഫോണാടാ 17 Proക്ക്. കുറെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറയണെങ്കിലും നമ്മുടെ പണിക്ക് പറ്റിയ ഫോണാണ്. എന്തായാലും എന്തായാലും അടുത്ത ബഡ്ജറ്റിൽ നമുക്ക് പറഞ്ഞത് എടുക്കണം. എന്തായാലും ഈ ബഡ്ജറ്റിൽ ഇപ്പൊ നമുക്കിത് ഓടിച്ചെത്തിക്കണം എങ്ങനെയും പറ്റില്ല നമുക്ക്. അങ്ങനെ നമ്മളത് ലോഗാൻ എയർപോർട്ടിലേക്ക് പോകട്ടോ. ഇനി നമുക്ക് 15 ലോഗാൻ ബോസ്റ്റൺ എയർപോർട്ട് ഉണ്ട് കേട്ടോ. 15 മിനിറ്റുള്ള നമ്മൾ എയർപോർട്ട് എത്തും. ചെക്കനെ മിസ് ചെയ്യൂട്ടോ. ബോസ്റ്റൺ ബോസ്റ്റണിന്റെ ഇപ്പൊ നല്ല തിരക്കായിട്ടാ അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് ട്രാഫിക് ചാൻസ് ഉണ്ട്. വൈഡ് ആയിട്ട് നിൽക്കണ മൊത്തം. അപ്പൊ നമ്മൾ അങ്ങാകലെ ഡൗൺ സിറ്റി കാണണ്ട ബോസ്റ്റന്റെ. നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റുന്ന അറിയില്ല. നമ്മുടെ എയർപോർട്ട് എടുക്കുന്നത് ആ റോഡിൽ തന്നെയല്ലേ കിടക്കണ.
കോസ്റ്റാണ്. റൺവേ അതെ, ഫ്ലൈറ്റുകൾ അറിഞ്ഞ മുറിഞ്ഞ പോണ്ടിട്ടാ. വലിയ എയർപോർട്ടാണ്. വലിയ ഇന്റർനാഷണൽ എയർപോർട്ടാണല്ലോ. നമ്മൾ നേരെ ഡൗൺ ടൗണിലേക്ക് തന്നെ കയറിക്കൊണ്ടിരിക്കണ ബോസ്റ്റണിലത്തെ. ശരിക്കും ബോസ്റ്റണില് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുന്ന് നമ്പർ ഉണ്ടല്ലേ. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് സത്യത്തില്. ഒരു 5-6 കൊല്ലമായിട്ടുള്ള സംസാരമാണല്ലോ എല്ലാവരും. ഞാൻ USA ഇന്ന ആള് സബീഷ് USA, അനിൽ USA എന്നാണ് എഴുതി വെച്ചത്. പക്ഷെ ഈ സ്ഥലത്തിന്റെ പേര് എഴുതി വെക്കാൻ വിട്ടു. അപ്പൊ ഞാൻ പല സ്ഥലങ്ങളിലും വരുമ്പോൾ റെസ്പോണ്ട് ചെയ്യാത്തതിനുള്ള മെയിൻ കാരണം അതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അഥവാ ഈ വീഡിയോസ് ഒക്കെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുക, നമുക്ക് സംസാരിക്കാം. ഞാൻ താഴെ നമ്പർ കൊടുക്കാം. അതിന്റെ ഒരു പ്രശ്നം പറ്റി എൻ്റെ ഒരു 1000-600 നമ്പർ അമേരിക്കയിൽ തന്നെ ആൾക്കാർ വിളിച്ചു. നമ്മൾ അമേരിക്ക സീരീസ് തുടങ്ങിയപ്പോൾ നമ്പറുകളുണ്ട്. പക്ഷെ ഇത് ഞാൻ പേരുകളും USA എന്ന് മാത്രം സേവ് ചെയ്തുള്ളൂ. ഇന്ന സ്ഥലം ഡീട്രോയിറ്റ് അല്ലെങ്കിൽ നമ്മൾ ന്യൂയോർക്ക്, ചിക്കാഗോ ഒന്നും എഴുതിയില്ല. അപ്പൊ നമ്മൾ ഈ 600 പേര് ആരെയും വിളിക്കാൻ പോകണം, അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്കുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കാൻ പോകണം, നമ്മൾ മറക്കണട്ടോ ശരിക്കും ആ പേരുകൾ. അപ്പൊ ഞാൻ താഴെ നമ്പർ കൊടുക്കാം. അമേരിക്കയിലെ ആൾക്കാർ ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോണ വഴിക്ക് ഇനിയുള്ള കോൺടാക്റ്റുകൾ നമുക്ക് താഴെ പിടിക്കാട്ടോ. നമ്മളത് എയർപോർട്ട് എത്തി. ചെക്കനെ വിട്ട് പിടിക്കാൻ പോട്ടെ നമ്മള്. ഇല്ല, യെസ്, പാലങ്ങൾ പറഞ്ഞിട്ട് എയർപോർട്ടുകൾ സൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കട്ടോ. എന്തൊട്ട് എയർപോർട്ടിലെ ഇതൊരു 1-2 കിലോമീറ്റർ ഒന്നും ബിൽഡിങ്ങിന് ഉണ്ടോ? അങ്ങനെ കളിക്കണേ. നമ്മള് ബി കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടോ? ബി ഉണ്ടോ? അമേരിക്കൻ എയർലൈൻസിലാണ് പോണ ചെക്കൻ. അമേരിക്കയിലാണ്ട് ഒരു കളിയില്ലേ, വേറെ കാര്യം. എയർ കാനഡ, അലാസ്ക എയർലൈൻസ്, അമേരിക്കൻ എയർലൈൻസ്, ബോട്ടിക് എയർ, സൗത്ത് വെസ്റ്റ്, സ്പ്ലിറ്റ്. അയ്യോ, ഞാൻ നന്ദേട്ടാ കാണാൻ മറന്നിട്ട് പ്രാവശ്യം. ക്ലിയറൻസ് ആയി വഴിക്ക് പോവാം. തൊട്ടാൻ പറ്റുമോ അമേരിക്കനെ? ഓക്കെ മുത്താ. മിസ് യു ടു. ഇനി ഞാൻ ഒറ്റയ്ക്കാണല്ലോ. ശരി, അപ്പോ വിട്ടോ വണ്ടി അധികം മറിക്കാൻ പറ്റട്ടോ. മാമന്മാരൊക്കെ ഏത് മൂലയ്ക്കെന്ന് വരാൻ അറിയില്ല കേട്ടോ. ചെക്കനങ്ങനെ പോലീസ് അങ്ങനെയാണല്ലോ. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, താങ്ക് യു. ചെറിയ ടണലുകളൊന്നും അല്ല കേട്ടോ, വലിയ ടണലുകളാണ് താണ്ടിട്ട് പോണത്. ഒന്നും മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നത് 3 കിലോമീറ്ററെങ്കിലും ആ ടണലുണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ ടണൽ കണ്ടില്ലേ, 3 കിലോമീറ്ററെങ്കിലും ആ ടണലുണ്ട്. നമ്മളിപ്പോ ബോസ്റ്റൺ ഡൗൺ ടൗണിലേക്കാണ് പോണത്. നോക്കി നോക്കാം എങ്ങനെ കയറി പോണെന്നുള്ള കാര്യം കേട്ടോ. നമ്മൾ മെയിൻ സിറ്റിയിലുള്ള വരുമ്പോ അതിന്റെ ബിൽഡിങ്ങുകളൊക്കെ നോക്കിയാൽ മെയിൻ സിറ്റികളിലെ പോകുമ്പോഴുള്ള ഒരു ട്രാഫിക്കിന്റെ ഒരു അറിവില്ലായ്മ ഉണ്ടല്ലോ, നമ്മൾ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വെച്ച് പിടിക്കുന്നു. ടണലുകളാണ് ഫുൾ ടണലിലൂടെ നമ്മൾ കയറി പോകണം കേട്ടോ. വീണ്ടും ടണലിൽ കയറി സിമ്പിൾ ആൻഡ് കമ്പിൾ പരിപാടി. അങ്ങനെ മിനിറ്റുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നമ്മള് നമ്മുടെ ടണൽ വിട്ടിട്ടുണ്ടല്ലോ. എന്തൊക്കെ സംഭവം അല്ലേ, ആരുണ്ടാക്കി വെച്ച് നോക്കിയവര്. മെയിൻ ടൗൺ നമ്മൾ ക്രോസ് ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വഴി ചെറുതായിട്ട് തെറ്റിണ്ടിട്ടാ, അത് വേറെ യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഉണ്ടല്ലോ നമ്മളിപ്പോ അതൊക്കെ ഒന്നുകൂടി ട്രൈ ചെയ്യണം നമ്മൾ ടൗണിന്റെ ഉള്ളിൽ കയറാനായിട്ട്. ഒരു രക്ഷയില്ല, നല്ല ട്രാഫിക്കാണ്. ഈ ഭൂമിയുടെ അടി കൂടെ ഇമാര് ഇത്രയും കിലോമീറ്ററുകൾ അങ്ങോട്ട് അറിഞ്ഞും മുറഞ്ഞും വഴി പോട്ടാ ടണൽ വെച്ചിരിക്കണം. അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചട്ടാ എന്തൊക്കെയായാലും. വീണ്ടും വഴി തെറ്റി തിരിച്ച് ബോസ്റ്റൺ ടൗണിലേക്ക് കയറാട്ടാ. കൂറ്റൻ ടൗണാട്ടാ. ഈ ടൗണിൽ നിൽക്കുന്നത് ഫുൾ പാലത്തിന്റെയും ടണലിന്റെ ഉള്ളിലാന്ന് പറയുമ്പോഴാണ് അതിന്റെ അതിശയം നിൽക്കണത്. രക്ഷയിലാട്ടാ, എമ്മരുത്ത ടൗണാന്നൊക്കെ. നമ്മൾ ഈ യാത്രയിൽ ചിക്കാഗോ ചിക്കാഗോ വിട്ടിട്ട് നമുക്ക് ഇത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡപ്പും പരിപാടികളൊക്കെ കണ്ടത് ഇവിടെ തന്നെയാട്ടാ. അടി കൂടെ ഫുൾ ടണൽ. രക്ഷയില്ല, ഇനി വഴി തെറ്റാൻ മതി. കാരണം മിണ്ടാണ്ട് വഴി തെറ്റിക്കല്ലേ. ഒരു എക്സിറ്റ് പോലും നമുക്ക് പിടിക്കാൻ പറ്റില്ലാട്ടാ. ഇതിന്റെ മേലെ കൂടെ വേറെ റോഡ് പോകണോ നിങ്ങള്? വഴി ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കണ്ടേ. എന്നാലും നമുക്ക് ഈ റോഡ് ഇങ്ങനത്തെ റോഡിലൂടെ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാലോ. അതപ്പോ ഞാനിപ്പോ ചിന്തിക്കണട്ടാ. നമ്മുടെ അടിയിൽ ഒരു റോഡ് പോണു, നമ്മുടെ മുകളിൽ റോഡ് പോണുണ്ടാ. മൂന്ന് നിലയിലാണ് പോണത്. അടിയിൽ ട്രെയിനാണ് പോണത്. അടിയിൽ ട്രെയിനാണ് പോണ കൂറ്റതൊക്കെ നമ്മളെ പാലത്തിലേക്ക് ഇറങ്ങണ്ട. മുകളിലൊരു പാലം, അടിയിലൊരു പാലം.
എന്താ കൺസ്ട്രക്ഷൻ്റെ ഒക്കെ ലെവല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അതും നമ്മളിപ്പോ ഇത് കാണുന്നത് മറ്റേ 2022 കഥയല്ല കേട്ടാ, ഇത് വർഷങ്ങൾ കൊല്ലങ്ങൾ മുമ്പത്തെ കഥയാണ് മൊത്തം കാണുന്നത്. നമ്മളെ ഏകദേശം ഒരു 6 നില ഹൈറ്റില് പോണട്ടാ. ഇതിന്റെ മുകളിൽ പോണ ആൾക്കാരായിരിക്കും മുകളില് അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വരാൻ തോന്നുന്നുണ്ടാ. ഫുൾ പാലങ്ങളുണ്ടാ. എന്താല്ലേ നമ്മളിപ്പോ അതൊക്കെ ഒരു എക്സിറ്റ് എടുത്തുട്ടാ. എന്നിട്ടുണ്ടാവണം എന്നറിയണ്ടേ, എക്സിറ്റ് എടുത്തു. നിങ്ങൾ നോക്കിയേ, പണത് കൂട്ടാട്ടാ. വണ്ടി പോവില്ല ഇതിലെ, ഒരു വണ്ടിക്ക് പോലെ സ്പേസ് ഉണ്ടോട്ടാ അതിന്റെ ഇടയിൽ. അങ്ങനെ ഉണ്ട്. പില്ലറിമേനെ എടുത്ത് പൊക്കണാട്ടോ. അതെങ്കിലും ഇത് സോറിട്ടാ, എനിക്ക് തെറ്റ് പറ്റിയെന്ന് സംശയമുണ്ട്. ഇതിന്റെ ഇവിടെ പാലം പണിതുകൊണ്ടിരിക്കട്ടെ ഓരോ സൈഡ്. പാലം വേണ്ട നോക്കിയാണ്ട ലെഫ്റ്റില്. നമ്മൾ ആറ്റിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടാ. നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് എൻറ്ററിങ് ചെൽസിയാ കണ്ട 1624. ചിന്തിക്കാൻ പറ്റുമോ? ചരിത്രം ഒരെണ്ണം മണ്ണിലേക്ക് നമ്മള് വന്നിരിക്കണേട്ടാ. ബോസിനെ പറ്റി പറഞ്ഞാലും തീരില്ല. എവിടെയാണ് നിന്നിട്ട് പറയാൻ നിൽക്കുക. ഫുൾ പാലങ്ങളാട്ടാ. നമ്മള് വീണ്ടും വേറെ റൂട്ടിലേക്ക് വന്നു. നമ്മളിപ്പോ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി കാണാനായിട്ട് പോണട്ടാ. നമ്മള് ഡൗൺ ടൗണിൽ തന്നെയാണ് ഈ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി. ബോസ്റ്റൺ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് ഈ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി കാണാണ്ടോ കേൾക്കാണ്ടോ പോകാൻ പറ്റില്ല. അപ്പൊ ആ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മുടെ യാത്ര. ഇന്ന് നമ്മളിനൊരു 10 മിനിറ്റ് 12 മിനിറ്റ് കാണിക്കുന്നുണ്ട് അവിടെ എത്താനായിട്ടാ. പാലങ്ങളുണ്ടല്ലോ, ഞാൻ ജീവിതത്തില് ഇങ്ങനത്തെ ഡ്രൈവുകൾ എടുത്തിട്ടാ. പാലത്തിന്റെ മുകളിൽ കൂടെ മുകളിൽ കൂടെ ഞാൻ അധികം ഇങ്ങനത്തെ യാത്രകള് ഡ്രൈവ് ചെയ്തിട്ടില്ലട്ടാ. അത് കാരണം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. വഴി തെറ്റുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങറ്റത്തെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബോസ്റ്റൺ പട്ടണം കാണാം. മെയിൻ ഡൗൺ ടൗൺ ആണ് കാണാണ്ട്. പാലങ്ങൾ ഇങ്ങനെ പോവാ. നമ്മുടെ അടിയിൽ കൂടെ റോഡ് പോണു, മുകളിൽ കൂടെ റോഡ് പോണു. ഇങ്ങനെ നിക്കാട്ടാ, ഒരു രക്ഷയില്ലാട്ടാ. അത് കഴിഞ്ഞ് വേറെ പാലം വരും ഇപ്പോ, മിണ്ടിയ പാലത്തിന് മേലെ കൂടെ പോകണട്ടാ. അതിന് വേറെ കാര്യം. പാലങ്ങൾ അതിന്റെ അടിയിൽ 3 നില 4 നിലയൊക്കെ പാലങ്ങൾ പോകട്ടാ. എന്താല്ലേ അങ്ങറ്റത്ത് നമുക്ക് നമ്മുടെ ബോസ്റ്റൺ പട്ടണം കാണാട്ടാ. മെയിൻ ഡൗൺ ടൗണിലേക്കാണ് നമ്മള് പോണത്. ഈ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി നിൽക്കുന്നത് ഡൗൺ ടൗണിന് തൊട്ടപ്പുറത്താണട്ടാ. ഒരു റിവറിന്റെ തീരത്താണ് ഈ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി നിൽക്കണട്ടാ. നമ്മളങ്ങനെ ഏകദേശം ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തേക്ക് എത്തിരിക്കട്ടാ. എന്തായാലും ഇവിടെ വരെ വന്നിട്ട് അത് കാണാണ്ട് പോലൊരു സുഖമില്ലല്ലോ. ഇത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ലേ. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് സ്വല്പം ലോങ്ങിൽ പാർക്ക് ചെയ്ത് വണ്ടി പാർക്കിംഗ് കിട്ടിയത് ഇവിടെയാടാ. ഭയങ്കര വലിയ ടൗണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിലോ എവിടെയെങ്കിലും പോയിരുന്ന് നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റാത്ത അവിടെ ഇരുന്ന് നമ്മൾ അതിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യണൂടാ. അങ്ങനെയുണ്ടല്ലോ നമ്മളിത് കപ്പിത്താന സൈഡിൽ പാർക്കിംഗ് കിട്ടാനായിട്ട് പാടാടാ. നമ്മൾ അരമണിക്കൂറായി വേണ്ടി ചുറ്റി നിൽക്കണു. ഇതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ്, നമ്മുടെ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണെന്നല്ലേ ഹാർഡ്വാർഡ് ബുക്ക് സ്റ്റോർ ഉണ്ടോ. നിങ്ങൾ എമ്മരത്തെ ബുക്കുകളാണെന്ന് അതിൻ്റെ ഉള്ളിലുണ്ടാവും അറിയോ? ചിന്തിക്കാൻ പറ്റുമോ? ഈ യൂണിവേഴ്സിറ്റി കണ്ട് ഇതിൻ്റെ അങ്ങാടിയിൽ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി. എൻ്റെ അപ്പൻ എഞ്ചിനീയർ ആവണമെന്നും ഡോക്ടർ ആവണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ അതിനേക്കാളും വലിയ മനുഷ്യനായാൽ ഞാൻ അഭിമാനിക്കുന്നു. വലിപ്പം കൊണ്ട് മാത്രം ഞാൻ വലിയ മനുഷ്യനായത് അഭിമാനിക്കുന്നു. ഈ സമയത്ത് പറയാൻ പറ്റാത്ത തമാശയാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നമ്മളെ പോലത്തൊരു സാധാരണക്കാരനെ തൃശ്ശൂർ പുല്ലഴി എന്ന് പറഞ്ഞ ചെറിയ ദേശത്ത് ജനിച്ച് വളർന്ന ഒരാൾക്ക് അമേരിക്കയിൽ കാംബ്രിഡ്ജിൽ വന്ന് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി കാണാനായിട്ടുള്ള യോഗം. ഇതിന് പിന്നാമ്പുറം ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾ എന്തായാലും ഇതിനെപ്പറ്റി പഠിക്കണം. നമ്മൾ ഈ പ്രായത്തിലൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കണം, കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ നമുക്ക് തോന്നൽ വരണേട്ടാ. അമേരിക്കയിൽ തന്നെ ഉണ്ടല്ലോ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിക്ക് എത്ര കൊല്ലം പഴക്കണ്ടെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ. 1630കളിൽ
തുടങ്ങിയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? സംഭവം ഉണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലെങ്കിലും അന്തക്കാലത്ത് 1630-കളിൽ അമേരിക്ക ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് എത്താനായിട്ട് മുമ്പ് തുടങ്ങിയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി 1776-ലാണ് അമേരിക്ക സ്വതന്ത്രമാവുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന്. അതിന് മുമ്പ് 100 വർഷം മുമ്പൊക്കെ ഈ ഒരു യൂണിവേഴ്സിറ്റി ബിൽഡപ്പ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ 390 ബിൽഡിങ്ങാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോഴേ നമുക്ക് ചുറ്റും ഇവിടെ സ്കൂളിലല്ല കോളേജിൽ പഠിക്കുന്ന പിള്ളേരുകളൊക്കെ പോകുമ്പോൾ നമുക്ക് അവരുടെ അസൂയാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. ഈ പ്രായത്തിലൊക്കെ ഇവിടെ വന്ന് പഠിക്കാനും കൂടുതൽ ചൈനീസ് മുഖങ്ങളാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഒരുപാട് ചൈനീസ് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരു അഭിമാനം ഇവിടെ വരുമ്പോഴുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രത്തൻ ടാറ്റയും ആനന്ദ് മഹേന്ദ്രയും ഒക്കെ പഠിച്ച ക്യാമ്പസാണ് ഈ പറഞ്ഞ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി. ഒരുപാട് നമുക്ക് അറിയണതും അറിയാത്തതായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ അറിയണമെന്ന് വെച്ചാൽ നമ്മളെ AK ആൻ്റണിയുടെ മകൻ പഠിച്ച യൂണിവേഴ്സിറ്റി ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി തെറ്റാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇതിനും കൂടുതൽ വിവരങ്ങൾ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ പരിചയ ആൾക്കാരൊക്കെ പഠിച്ചിറങ്ങിയ വിവരങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇട്ടോട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ക്യാമ്പസ് ഒന്ന് നടന്ന് കാണുന്നു. ഇവിടുത്തെ എന്താ പറയുക, ശരിക്കും ഒരു UK ടച്ച് വരുമ്പോൾ നമ്മൾ UK ലണ്ടനിലൊക്കെ നടക്കണ പോലത്തെ ബിൽഡിങ്ങുകളും ലണ്ടനിലൊക്കെ നടക്കണ പോലത്തെ സ്ട്രീറ്റുകളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണുന്നത് കേട്ടോ. ഭയങ്കര കാഴ്ചയാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താനും ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ. എന്തായാലും എല്ലാവർക്കും പ്രത്യേകം നന്ദി. നമ്മൾ പതുക്കെ ഒന്നുകൂടിയും ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് പതുക്കെ നമ്മൾ കപ്പിത്താനും കൊണ്ട് നമുക്ക് മൂവ് ചെയ്യാം. ഇതേ നേരെ ഇരുട്ട് തുടങ്ങി. ഇതേ പതുക്കെ സൂര്യേട്ടനൊക്കെ പോയി മഴക്കാർ പതുക്കെ ഉതർത്തിക്ക് വന്നിട്ടുണ്ടോ. ഇതിപ്പോൾ ഒരു ദിവസം ഒരു മാസം നിന്ന് പഠിച്ച തീരാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതും ചരിത്രമൊക്കെ നമ്മളെ പഠിപ്പിക്കണം കേട്ടോ. അത് വേറെ കാര്യം. മൊത്തത്തിലൊരു UK ടച്ചിട്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അകത്തേക്ക്. അകമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ 390 ബിൽഡിങ്ങുകളാണ് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളത്. ഈ കാംബ്രിഡ്ജിൽ മാത്രം. ബോസ്റ്റണിലും കുറേ യൂണിവേഴ്സിറ്റി കുറേ പാർട്ടുകളുണ്ടല്ലോ. എല്ലാം അടക്കം ഏകദേശം 600 ബിൽഡിങ്ങുകളുണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഓരോ തരം ക്യാമ്പസുകൾ കേട്ടോ. എന്താല്ലേ ഓരോ പിള്ളേരൊക്കെ അതിനുള്ളിൽ നിന്ന് പഠിച്ചിറങ്ങി വരുമ്പോഴൊരു സന്തോഷം കാണുമ്പോഴാണ് നമുക്ക്. പ്യുവർ നമ്മൾ ഇങ്ങനത്തെ സ്ട്രീറ്റിലേക്കോ അല്ലെങ്കിൽ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ UK കേട്ടോ. ഫുൾ UK. ഒരു മിനി കാംബ്രിഡ്ജ് അല്ലെങ്കിൽ മിനി UK ഫ്രെയിം അവിടെ മൊത്തം നമുക്ക് കാണുന്നത്. അതിനിടയിൽ നമ്മുടെ അമേരിക്കൻ ഫ്ലാഗ് കാണുമ്പോഴാണ് കളി മാറണം കേട്ടോ. നമ്മൾ അമേരിക്കനെ പറ്റി ചരിത്രം പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ബോസ്റ്റണിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബോസ്റ്റണിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ മാച്ചൂസെറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റിലാണ് നിൽക്കണതൊക്കെ നമ്മൾ ശരിക്കും ഇപ്പോഴാണ് നമ്മൾ അറിയണം കേട്ടോ. ഈ മാച്ചൂസെറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം അമേരിക്കയുടെ ആദ്യത്തെ 13 സ്റ്റേറ്റുകളിൽ ഒരു സ്റ്റേറ്റും കൂടിയാണ് കേട്ടോ. ഇത് അമേരിക്ക രൂപം കൊള്ളുമ്പോൾ 1776 അമേരിക്ക സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 13 സ്റ്റേറ്റുകളായിരുന്നല്ലോ. ഇപ്പം നമ്മൾ 48 സ്റ്റേറ്റ് വണ്ടി ഓടിക്കുന്നു, 50 സ്റ്റേറ്റ് ടോട്ടൽ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്ത് 13 സ്റ്റേറ്റിൽ നിന്നാണ് അമേരിക്ക തുടങ്ങിയത്. അതിൽ മെയിൻ എല്ലാ സ്റ്റേറ്റുകളും ഈ ഈസ്റ്റ് കോസ്റ്റിലായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എനിക്കൊന്ന് ന്യൂ ഹാംസ്പിയർ ആയിരിക്കും. മുകളിൽ നിന്ന് തുടങ്ങുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഹാംസ്പിയർ ഈ പറഞ്ഞ പോലെ 1010 കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് മസാച്യൂസെറ്റ്സ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടിയിലേക്ക് അമേരിക്കയുടെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആയിട്ടുള്ള റോഡ് ഐലൻഡും സന്ദർശിക്കും കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടല്ലോ ജോൺ ഹാർഡ്വാർഡിനെ കാണാണ്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ല കേട്ടോ. യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനമാണ് കേട്ടോ എന്നാണ് എൻ്റെ അറിവ്. നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റുന്നെങ്കിൽ ക്ഷമിക്കുക. അടിയിൽ ഇതെല്ലാം കണ്ടപ്പാ ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞോ കേട്ടോ. നമുക്ക് നമ്മുടെ ചെറിയ അറിവുകൾ വെച്ചിട്ടാണ് നമ്മളിതൊക്കെ പറയണത്. ഇവിടെ വരുന്ന വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ അയൽ രാജ്യങ്ങളുണ്ടല്ലോ, അവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് വിസിറ്റ് ചെയ്യണം. ഒരു പടം നേരം എടുക്കണം ജോൺ ഹാർഡ്വാർഡിൻ്റെ കൂടെ. 1638 ഉണ്ട്. 1630 എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. 1638 ജോൺ ഹാർഡ്വാർഡ് ഉണ്ടാക്കിയ ഈ ഒരു സാമ്രാജ്യമാണ് നമ്മൾ കാണുന്നത്. പുള്ളിയുടെ കയ്യിൽ ഒരു ബുക്ക് കൊടുത്തിരിക്കണണ്ട. എല്ലാവരും പുള്ളിയുടെ കാലുമ്പോൾ തൊട്ടിട്ട് പോകണണ്ട. ആ ബ്രാസിൻ്റെ അത് റിഫ്ലക്റ്റ് ആയിട്ട് വരണണ്ട. എന്താല്ലേ അമേരിക്ക ഏതാ ലോകം. നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലൊക്കെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രൗഡ് ഉണ്ടല്ലോ. ഒരു ഭയങ്കര പരിപാടി കേട്ടോ. സംഭവം നമ്മൾ പഠിച്ചിട്ടില്ല ഒന്നുമില്ല, പക്ഷേ ഈ ക്യാമ്പസിൽ ഇറങ്ങി നടക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസുഖം. പിന്നെ ബോസ്റ്റണിൽ നമുക്ക് ഈ യൂണിവേഴ്സിറ്റി മാത്രമല്ല കേട്ടോ, MIT കൂടിയുണ്ട്. MIT എന്ന് പറയുമ്പോൾ മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. പുതിയ സംഭവങ്ങളൊക്കെ ടെക്നിക്കലി വാർത്തെടുക്കണ MITയും ഈ ഒരു ബോസ്റ്റണിൽ തന്നെയാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണില്ല. നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക കാംബ്രിഡ്ജ് വന്നു. ഇവിടെ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ കൂടുതൽ. MIT ഉണ്ട്, MITയും ഫേമസ് ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കണ ഒരു പേരല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ക്യാമ്പസിൽ ഇങ്ങനെ ഈ തണുപ്പ് കാലത്ത് ഈ ഇല പൊഴിയുന്ന സമയത്ത് ഒന്ന് നോക്കി നിൽക്കാന്ന് പറയുന്നത് ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ മൂവ് ചെയ്യാം. നമുക്ക് അപ്പുറം സൈഡിലും പോയിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് കയറാം. ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ടില്ലേ എത്രയോ അപ്ലിക്കേഷൻ, എനിക്ക് തോന്നുന്നത് 3 ലക്ഷം 4 ലക്ഷം അപ്ലിക്കേഷൻ ഒരു വർഷം കയറാനായിട്ട് വരുന്നുണ്ട്. ഏകദേശം 25,000-30,000 ആൾക്കാരാണ് ഇതിൽ എടുക്കണത് കേട്ടോ.
അപ്പോൾ 10% അല്ലെങ്കിൽ 12%ഒക്കെയാണ് ചാൻസ് ഉള്ളത് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ. അപ്പോൾ നമ്മൾ മക്കളൊക്കെ നല്ല മാർക്കൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ചെയ്യുക. ചിലപ്പോൾ ഇത് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടാൻ എന്താ സംഭവം എന്ന് നമുക്കറിയില്ല. നമ്മുടെ മക്കളൊക്കെ വലുതാകുമ്പോൾ പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വിട്ട് പഠിപ്പിക്കണം. ഞാൻ നോക്കുമ്പോൾ ഒരു ഇയർ ഒരു 66 ലക്ഷം റുപ്യ 70 ലക്ഷം റുപ്യക്കാണ് ഇവിടെ ഒരു ഇയർ പഠിച്ചിറങ്ങാനായിട്ട് ചിലവ് വരണതെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടേട്ടോ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മിസ്സിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, തിരുത്തുക. നമ്മളിത് എക്സ്പ്ലോർ ചെയ്തിട്ട് അതൊക്കെ മൂവ് ചെയ്യണം കേട്ടോ. ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് എൻ്റെ ഉള്ളിൽ, ചിന്തിക്കാൻ പറ്റില്ലേ. പിന്നെ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണത് നമ്മുടെ മക്കളൊക്കെ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 9ാം ക്ലാസ്സൊക്കെ പഠിക്കും. ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ വയ്ക്കുമ്പോഴില്ലേ, നിങ്ങൾ പൈസയുടെ ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ വരാം, എന്നിട്ട് ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ വിസിറ്റ് ചെയ്യുക, യൂണിവേഴ്സിറ്റി പിള്ളേരെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇവിടെ ഒന്ന് പഠിച്ചാൽ കൊള്ളാം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് വന്നാൽ കൊള്ളാം, വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യണത് ശരിക്കും അവരുടെ അടുത്ത സ്റ്റേജിലേക്ക് അവർക്കൊരു ഇൻസ്പിറേഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നണതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞു, പുള്ളിക്കാരുടെ മകന് എന്താ പറയുക പൈലറ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞേ, നമ്മുടെ ദുബായ് എക്സ്പോ, നമ്മൾ ദുബായ് ഏവിയേഷൻ എക്സ്പോ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ സിംഗപ്പൂർ എക്സ്പോ ഒക്കെ വരുമ്പോൾ അവനെ പോയി കൊണ്ടുപോയി കാണിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി അത് ശരിക്കും എക്സൈറ്റഡ് ആയിട്ട് പുള്ളി ഇപ്പോൾ നമ്മുടെ ദുബായ് ഏവിയേഷൻ എക്സ്പോ ഉണ്ടല്ലോ, അതിൽ പുള്ളി അവനെ കൊണ്ടുപോകുന്നുണ്ട്. അവനൊക്കെ ആണത് 10ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് കൊണ്ടുപോകാനൊക്കെ ഒരു ചിലവുണ്ട് കേട്ടോ. നമ്മളങ്ങനെ എല്ലാവർക്കും കൊണ്ടുപോകാൻ പറ്റുമോ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ പിള്ളേരെ ആ ഒരു സമയമാകുമ്പോഴേക്കും ഒരു +2 അല്ലെങ്കിൽ ഒരു 17-18 വയസ്സാകുമ്പോഴേക്കും അവരെ കൺഫ്യൂഷൻസ് തീർക്കാനായിട്ട് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെ വന്ന് അവർക്ക് ഒരവസരം ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അവർ നമ്മൾ പറയാനായിട്ട് മുമ്പ് ചിലപ്പോൾ ഇവിടെ ഓടിച്ചാടി വന്ന് ഇവിടെ പഠിക്കാനൊക്കെ ആയിട്ട് അവർ ശ്രമിക്കും. ഓടിച്ചാടി വന്ന് പഠിക്കാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ ബിഹൈൻഡ് ദ സീനിൽ അവർ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കരിയറൊക്കെ അവർ തീരുമാനിക്കാൻ പറ്റൂട്ടോ. എനിക്ക് അങ്ങനെ യാത്ര ചെയ്തപ്പോൾ അങ്ങനെ കുറേ തോന്നിയിരുന്നു. നമ്മുടെ മക്കളെ നമ്മൾ +2 വരെ ഒന്ന് വീട്ടിൽ നിന്ന് ഇറക്കാണ്ട് പഠിപ്പിക്കും. ഭയങ്കര ഡിഗ്രിയും എല്ലാ സംഭവങ്ങളൊക്കെ ഡിസ്റ്റൻഷനൊക്കെ പഠിപ്പിക്കും, BCom ഒക്കെ പഠിപ്പിക്കും. അവസാനം 18 വയസ്സാകുമ്പോൾ എന്തിരിക്ക് പോകണമെന്ന് അമ്മമാരോട് ചോദിക്കുമ്പോൾ ഒരു കണി അറിയില്ല. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ ശരിക്കും നമുക്ക് ചെറിയ ചെറിയ യാത്രകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നടത്തി ഇന്ത്യയിൽ തന്നെ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ചെറിയ ചെറിയ എക്സ്പോ വരുമ്പോൾ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട നില വരുമ്പോൾ അവരൊക്കെ കൊണ്ടുപോയി കാണിക്കുക, അവരതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ സിറ്റുവേഷനിൽ പറയണമെന്ന് നീ പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈബ്രറിയാണ് കാണുന്നത് നമ്മുടെ മുമ്പിൽ. നമ്മളകത്തേക്കൊന്നും കയറുന്നില്ല, നമ്മൾക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു സംഭവങ്ങളതൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ കാണിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ യാത്രയിലേക്ക് കിടക്കണം. നമ്മളിങ്ങനെ നടന്നു പോയി കഴിഞ്ഞ് ഇന്നും നാളെയും മറ്റന്നാളും നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. അമ്മാരത്തെ പരിപാടി എൻ്റെ ഉള്ളിലുള്ള കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട് ക്യാമ്പസ് വിസിറ്റ് എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെയും ഈ പറഞ്ഞ പോലെ പല സ്റ്റേറ്റുകളിൽ നിന്നും ഇവിടെ ക്യാമ്പസ് വിസിറ്റൊക്കെ ആയിട്ട് +2 നമ്മുടെ ആ ഒരു ഇവരുടെ ചേരണ സമയത്തിന് മുമ്പ് സ്കൂളുകാരെന്നെ കൊണ്ടുവന്ന് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളപ്പനമ്മമാർ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. നിങ്ങളൊരു സ്കൂളിലെ അധ്യാപകരൊക്കെ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇതൊക്കെ അവർക്ക് ഇൻസ്പയർ ചെയ്യിപ്പിക്കാട്ടോ. ഇതൊന്നും പറയാനോ ഇതൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ആളെന്നല്ല ഞാൻ, എന്നാലും എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയതാണ്. ഇതൊക്കെ മുന്നേ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചെറുപ്പത്തിൽ ഐഡിയകൾ കിട്ടും പിള്ളേർക്ക്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം കേട്ടോ. ഫുൾ പവർ. അങ്ങനെ ഏതോ ഒരു കവാടത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ എക്സിറ്റ് അടിക്കാട്ടോ. ഇവിടെ ഫുള്ള് ഈ പറഞ്ഞ പോലെ ഹാർഡ്വാർഡുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കടകളും അവരുടെ ഇതുകളും മോണ്യുമെൻറ്റും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ടോ. നമ്മുടെ കപ്പിത്താനം നമ്മൾ അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചൈനക്കാരെ പറ്റി പറഞ്ഞല്ലോ, ഇന്ത്യൻ പിള്ളേരുണ്ടല്ലോ, ഇന്ത്യൻ മുഖങ്ങളുള്ള പിള്ളേരൊക്കെ ഞാൻ ഇതിനിടയിൽ കണ്ടിട്ടോ. അല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പിള്ളേരോട് പഠിക്കാൻ വരുന്നുണ്ട്. നാളെ നമ്മുടെ മക്കളോടെ പഠിക്കാൻ വരട്ടെ, നിങ്ങളുടെ മക്കളോട് പഠിക്കാൻ വരട്ടെ എന്നുള്ള ആശംസകളോടെ നമ്മൾ കേംബ്രിഡ്ജിൽ നിന്ന് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എക്സിറ്റ് അടിക്കാടാ. നടന്നാൽ തീരില്ലട്ടാ, വയ്യാണ്ടായി. ചെടികളൊക്കെ ഉണ്ടോ, പടം വരച്ച് വെച്ചാൽ നോക്കിയാൽ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്താൽ നോക്കിയാലേ പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഓരോ അത്ഭുതങ്ങൾ. ചെറിയൊരു സംഭവമാണെങ്കിലേ അതിങ്ങനെ അടുത്തുനിന്ന് കാണുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ കപ്പിത്താൻ്റെ അടുത്തേക്ക് എത്തിയിട്ടാ. നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് $1 മണിക്കൂർ $2.50 ഒരു മണിക്കൂറിനുള്ളത്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നലെ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, ഇവിടെ ഞങ്ങൾ തിരിഞ്ഞാലേ $30 $32 കേട്ടോ നമുക്ക് പാർക്കിംഗ് ഫീസ് വരണേ. ഇത് കിട്ടാനായിട്ട് 1/2 മണിക്കൂർ നമ്മൾ തിരിഞ്ഞ് വിളിച്ചു അങ്ങോട്ട് സമയം പോവും. അത് പറയാം. ഒരു കാപ്പി എടുക്കണം. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയല്ലേ, ഇന്നലെ 8 മണിക്ക് ഭക്ഷണം കഴിച്ച് നിർത്തിയതാ. ഇന്റർമീഡിയറ്റ് വർക്കായി ഇന്റർമീഡിയറ്റിന്റെ അപ്പം വർക്ക് ആയിട്ടാ. അത് വേറെ എന്തെങ്കിലും കഴിക്കണം, ഭയങ്കര വിശപ്പ്. അങ്ങനെ നമ്മൾ എക്സിറ്റ് അടിക്കുന്നുണ്ടാ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിന്ന്. പിള്ളേർ സെറ്റ് മൊത്തം സൈക്കിളിങ്ങും പരിപാടികളൊക്കെ ആട്ടാ. സൈക്കിളിൽ ഒരു വഴി കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. അതിപ്പോൾ എല്ലായിടത്തും ഉണ്ട്, എന്നാലും ഒരുപാട് സൈക്ലിസ്റ്റുകൾ ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇത്രയധികം സൈക്കിൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല കേട്ടോ.
അയ്യോ നമുക്ക് ലെഫ്റ്റ് ആയിരുന്നു ഈശ്വര, വഴി തെറ്റിന്. സാധനം ഇപ്പം നോക്കിക്കൊണ്ട് ഓടിക്കണ. നല്ല തിരക്കാട്ടാ സ്ട്രീറ്റിൽ. എനിക്ക് തോന്നുന്നത് വിസിറ്റേഴ്സും ഈ നമ്മൾ ഇൻ്റർനാഷണൽ ആൾക്കാർ മാത്രമൊന്നുമല്ല കാണാൻ വരുന്നതേ, ലോക്കലായിട്ടുള്ള എല്ലാവരും കാണാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. നമുക്ക് ലെഫ്റ്റിന് പോകേണ്ടത്. ബാക്കിൽ നിന്ന് ഒരാളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഒരു സിഗ്നൽ കിട്ടും കേട്ടോ, തെറി എന്ന് പറയാം അതിനെ. നമ്മൾ ഇവിടെ നിന്നാണ് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇവിടെ നമുക്ക് സമയം പാർക്കിങ്ങിൻ്റെ സമയം വിട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ കഴിക്കാം, അല്ലാണ്ട് വേറെ രക്ഷയില്ല. ശരിക്കും ഒരു UK നിങ്ങൾ ഈ ഫ്രെയിം കാണുമ്പോൾ അറിയാം, നമ്മൾ UK യാത്ര ചെയ്യുമ്പോൾ കാണുന്ന പോലത്തെ കാഴ്ചകൾ കേട്ടോ. ഒരു മിനി ഇംഗ്ലണ്ട് കേട്ടോ, വെറുതെ അല്ല ഇതിന് ന്യൂ ഇംഗ്ലണ്ട് എന്ന് അറിയപ്പെടുന്ന ഈ ഏരിയനൊക്കെ. നമ്മൾ ഇറങ്ങിയ ടൈം നല്ല പീക്ക് ടൈമാട്ടാ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അമ്മരുത്തെ ബ്ലോക്കാണ്. നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 2 മണിക്കൂർ കാണിക്കണത്. എന്തോ റോഡിൽ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെയല്ലേ നമ്മുടെ 32ാമത്തെ സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? നമ്മുടെ അമേരിക്കൻ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റുകളൊന്നാണ്. വേറെ നല്ല പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലത്തെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ്, നമ്മൾ ഇന്ത്യയിൽ ഗോവ എന്നൊക്കെ പറയണില്ലേ, അതേപോലെ അമേരിക്കയിലത്തെ ഏറ്റവും ചെറിയ സ്റ്റേറ്റിലേക്കാണ് റോഡ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലേക്കാണ് നമ്മൾ ഇപ്പോൾ എൻ്റർ ചെയ്യാൻ പോണത്. ഇപ്പോൾ നമ്മൾ ഈ ബോർഡിൻ്റെ അടുത്തൊക്കെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളിങ്ങനെ ബോർഡറൊക്കെ നോക്കിക്കൊണ്ടിരിക്കേണ്ട എവിടെയെങ്കിലും ഒരു ഷോട്ട് കിട്ടുമോ നോക്കിയിട്ട്. നല്ല ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല ഈ സമയത്തിൻ്റെ ആട്ടാ. അത് കാരണമുള്ള ബ്ലോക്കും പിന്നെ ഇവിടെ വണ്ടിയുടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വണ്ടി ഇടിച്ചിട്ടുണ്ട്. നമ്മുടെ 31ാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള ചരിത്ര പ്രാധാന്യത്തിലെ ഏറ്റവും ഇടപെടിച്ച ഒരു സ്ഥലങ്ങളിൽ ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള മസാസൂസെറ്റ്സിൽ നിന്ന് നമ്മളിത് നമ്മുടെ റോഡ് ഐലൻഡിലേക്ക് കിടക്കണം. റോഡ് ഐലൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് പ്രൊവിഡൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ റോഡ് ഐലൻഡിൻ്റെ ക്യാപിറ്റലാണ് ശരിക്കും പ്രൊവിഡൻസ്. ആ പ്രൊവിഡൻസിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ 33 ചിലപ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ അടിക്കും. നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകണല്ലോ, ഡ്രൈവ് ചെയ്ത് പോകണം, നമ്മൾ ഓവർലാൻഡ് ചെയ്യണല്ലോ. അപ്പോൾ നമ്മൾ പ്രൊവിഡൻസിൽ നമ്മൾ ജസ്റ്റ് ഈ നേരത്തെ ക്ലൈമറ്റ് ഭയങ്കര മോശമല്ലേ, അപ്പോൾ നമ്മൾ പ്രൊവിഡൻസ് സിറ്റി ജസ്റ്റ് എൻ്റർ ചെയ്ത് നമ്മൾ കണക്റ്റിക്കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേറ്റിലേക്ക് ന്യൂയോർക്കിനോട് നമ്മൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണക്റ്റിക്കട്ടിലേക്കാണ് നമ്മുടെ യാത്ര. കണക്റ്റിക്കട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു വെറൈറ്റി മനുഷ്യനാണ്. അതന്നെ എൻ്റെ വേറൊരു യാഥാർത്ഥ്യം. അതും ഒരു മലയാളി അല്ലാത്ത ഒരു സബ്സ്ക്രൈബർ. കേരളമായി യാതൊരു ബന്ധമില്ല ഈ സബ്സ്ക്രൈബർക്ക്, പക്ഷേ ഇവര് മലയാളം പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ ബോധം പോവും. അപ്പം തന്നെ പുള്ളിയുടെ ഒരുപാട് സ്റ്റോറികൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. പകുതി എനിക്കറിയുള്ളൂ, ഇനി ബാക്കി അവിടെ പോയിട്ട് ചോദിക്കാതെ വെച്ചിട്ട് നിൽക്കാട്ടാ. അപ്പോൾ ബ്രൂണോ എന്ന് പറഞ്ഞിട്ടുള്ള കണക്റ്റിക്കട്ടത്തെ ഒരു പുള്ളിയുടെ അടുത്തേക്ക് നമ്മൾ പോണത്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ കണക്റ്റിക്കട്ടിൽ പറയാം. നമ്മളിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഏറ്റവും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആയിട്ടുള്ള റോഡ് ഐലൻഡ് ട്രാവൽസ് ഫാമിലി ഹെഡിങ് ടു നമ്പർ 32. അങ്ങനെ നമ്മൾ പ്രൊവിഡൻസിലേക്ക് എത്തിയിട്ടാ. പ്രൊവിഡൻസ് പട്ടണത്തിലേക്ക് എത്തി. നമ്മൾ മെയിൻ ഡൗൺ ടൗൺ ലക്ഷ്യമാക്കിയിട്ട് ഒന്ന് റൗണ്ട് അടിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഈ നേരമായ കാരണം ഒരുവിധം ക്ലോസിംഗ് ഒക്കെ കഴിഞ്ഞുട്ടാ. നിങ്ങൾക്ക് പ്രൊവിഡൻസിന്റെ മെയിൻ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടറിയാം. 400 മൈലാണ് ഇവരുടെ കോസ്റ്റൽ സൈഡ്. നമ്മൾ ഈ കാണുന്ന മാപ്പിൽ കാണുന്ന ചെറിയ ചെറിയ സ്പേസുകളുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഇടവഴിയിലുണ്ടാ. നിങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകം നോക്കണം. ഈ ഇത്രയും ചെറിയ സ്റ്റേറ്റ് ആണെങ്കിലും 400 മൈലാണ് ഈ സ്റ്റേറ്റിന്റെ കോസ്റ്റൽ സൈഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മില്യനേഴ്സ്, എനിക്ക് തോന്നുന്നത് ഈ ന്യൂയോർക്കിന്റെ ബഹളത്തിൽ നിന്നൊക്കെ മാറി ഏറ്റവും അടുത്ത് ന്യൂയോർക്കിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് മില്യനേഴ്സും ബില്യനേഴ്സും ഒക്കെ ഇവിടെ വീട് വെച്ച് താമസിക്കുന്നുണ്ട്. ഈ നദിക്കര എന്ന് പറയാൻ പറ്റില്ല, ഈ കടൽക്കരയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കൂടുതൽ നല്ല എന്താ പറയാ മില്യനേഴ്സും ബില്യനേഴ്സും ഒക്കെ താമസിക്കുന്ന ഒരു സ്റ്റേറ്റ് കൂടിയുണ്ട് ഈ ഒരു സ്റ്റേറ്റ്. നമ്മൾ ശരിക്കും ജസ്റ്റ് നമ്മുടെ ഡൗൺ ടൗൺ ഇങ്ങനെ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ പോകണു. വേറെ എക്സ്പ്ലോറേഷൻ ഒന്നും നമുക്ക് ഈ സ്റ്റേറ്റിൽ ചെയ്യണില്ല കേട്ടോ. നമ്മൾ ഞാൻ വരുമ്പോൾ കുറേ നേരം നോക്കി നല്ല ബോർഡ് കിട്ടുകയാണെങ്കിൽ വണ്ടി നിർത്താന്ന്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ബ്ലോക്കാണ്. ഇപ്പം നമ്മളിത് 1.5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കണം കേട്ടോ. ഈ ഡൗൺ ടൗണിൽ വണ്ടി ഓടിക്കലാണ് ഏറ്റവും റിസ്ക് ഉള്ള പരിപാടി. ഒരു രക്ഷയില്ല, എങ്ങനെ പോയാലും 1-2 പ്രാവശ്യം വഴി തെറ്റി പോട്ടെ നമുക്ക്. എന്തായാലും പ്രൊവിഡൻസ് സിറ്റിയുടെ മെയിൻ ഹൃദയത്തിലേക്കാണ് നമ്മൾ ഇനി എത്തിച്ചേരാൻ പോകണം കേട്ടോ. ഡൗൺ ടൗൺ ആയാലും എനിക്ക് വീഡിയോയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. എന്തായാലും നല്ല കളർഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് കണ്ണെടുത്താണ്ടല്ലോ അപ്പം പോവും. അടുത്ത 2 മൈൽ 3 മൈൽ വേറെ കൂട്ടാം. മൈൽ പോകണോണ്ടല്ല പ്രശ്നം, നമുക്ക് സമയം എടുക്കുന്നുണ്ട് ഒരുപാട്. ഇപ്പോൾ ട്രാഫിക്കുള്ള സമയം ആയതുകൊണ്ടേ
ഇതൊക്കെ ഓൾഡ് ടൗൺ ആട്ടോ. 1600-1700 കാലഘട്ടങ്ങളിലൊക്കെ നിന്നലക്കിയ ടൗണുകളാണ് ഇതൊക്കെ. ബാക്കിയുള്ള നമ്മൾ സാൻ ഫ്രാൻസിസ്കോയും അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കണ്ട ടൗണുകളൊന്നും ഒക്കെ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ 200 വർഷമൊക്കെയാണ് നമുക്ക് പഴക്കമുള്ളൂ. ഇതൊക്കെ 300-400 വർഷമുള്ള പഴക്കമുള്ള ടൗണുകളാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആൾക്കാർ ഭിക്ഷ യാചിക്കാനായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഒരു കാരണവശാലും ഇവർക്ക് കൊടുക്കില്ല. നമ്മുടെ നാട്ടിൽ പിന്നും പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ആരെയാണ് തിന്നുന്നത്. ഇവർ ഡ്രഗ്സ് അടിക്കാൻ വേണ്ടി മാത്രം കേട്ടോ, ഒരു രക്ഷയില്ല. ഡ്രഗ്സിന് വേണ്ടി മാത്രം ഭിക്ഷ യാചിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് ജീവിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് കൊടുക്കാനോ സംഭവങ്ങളൊക്കെ ഒന്നുമില്ല. 100% ഡ്രഗ്സ് മിക്കുന്നുണ്ട് ഇവരുടെ കളി, ഇവരെ നോട്ടം. ഇവരെ ഈ നിൽക്കാൻ വരുന്ന ആൾക്കാർ, പിരിക്കാൻ വരുന്ന ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഇവരെ ഡ്രഗ്സിന്റെ ഉടമയാന്നുള്ള കേട്ടാ. വണ്ട ബിൽഡിങ്ങളൊക്കെയാണല്ലോ അല്ലേ. അങ്ങനെ നമ്മളെ മെയിൻ ഡൗൺ ടൗണിൽ ഡ്രൈവ് ചെയ്തു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു സ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ കണക്റ്റിക്കട്ട് നമ്മുടെ 33ാമത്തെ സ്റ്റേറ്റിലേക്കുള്ള യാത്രയാണ്. ഇന്ന് ശരിക്കും നമ്മൾ 3 സ്റ്റേറ്റാണ് കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഈ ഒരു കഷ്ണം മാത്രമേ സ്പീഡിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ ഒരു ദിവസം 1-2 മാക്സിമം പിടിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ 3 എണ്ണം നമുക്ക് പിടിച്ചേട്ടാ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും യൂണിവേഴ്സിറ്റികളൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഒരു എഡ്യൂക്കേഷണൽ സ്റ്റേറ്റും കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ റോഡ് ഐലൻഡ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, എല്ലാ ടൂറിസം എല്ലാ സംഭവം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കോസ്റ്റൽ സൈഡിലാണ് കേട്ടോ. ഈ ഒരു സിറ്റിയിലെ ഏകദേശം 2 ലക്ഷം ആൾക്കാരാണ് ഉള്ളൂ. നമ്മൾ UK വേക്ക് ഫീൽഡ് ചെറിയ ചെറിയ സിറ്റികളിൽ പോലുള്ള ക്രൗഡുള്ളൂ ശരിക്കും ഈ സിറ്റിയുടെ അകത്തുനിന്ന് പറയുന്നത്. 2 ലക്ഷം ആൾക്കാരാണ് ഈ പ്രൊവിഡൻസ് സിറ്റിയിലുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ എല്ലാ പേരുകളും UK ബേസ്ഡ് ആയിട്ടുള്ള പേരുകളാണ്. നമ്മൾ വരുമ്പോൾ കണ്ടു മാഞ്ചസ്റ്റർ, ലിവർപൂള്, ചെൽസിയ എല്ലാം ഈ ഇംഗ്ലണ്ട് ബേസ് ചെയ്തിട്ടുള്ള പേരുകളാണ് കൂടുതലും ഈ ഒരു ഏരിയയിലുണ്ടാ. ഇത് ന്യൂ ഇംഗ്ലണ്ട് ഭാഗമാണല്ലോ. ഈ അമേരിക്കയുടെ ഈ സൈഡാണ് കൂടുതൽ ഇംഗ്ലീഷുകാർ ഇറങ്ങി പാർക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലത്തെ കേംബ്രിഡ്ജ് അങ്ങനെ ഇംഗ്ലണ്ടിലത്തെ ഒരുപാട് പേരുകൾ ശരിക്കും നമുക്കിവിടെ കാണാൻ പറ്റും.